നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ച വീണ്ടും ലോക രാഷ്ട്രീയത്തെ അതീവ ആശങ്കയിലേക്ക് തള്ളിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ രണ്ട് സാമ്പത്തിക സൈനിക ശക്തികൾ നേർക്കുനേറിയിരിക്കുമ്പോൾ ചർച്ചകളുടെ കേന്ദ്രമായി മാറിയത് തായ്വാൻ പ്രശ്നം. തായ്വാൻ വിഷയം തെറ്റായി കൈകാര്യം ചെയ്താൽ അമേരിക്കയും ചൈനയും തമ്മിൽ നേരിട്ടുള്ള സംഘർഷം വരെ ഉണ്ടാകാമെന്ന ഷീ ജിൻപിങ്ങിന്റെ മുന്നറിയിപ്പ് വെറുമൊരു നയതന്ത്ര പരാമർശം എന്ന തരത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. ലോകശക്തി സമവാക്യത്തെ നടുക്കുന്ന തുറന്ന രാഷ്ട്രീയ ഭീഷണിയായാണ് അതിനെ വിലയിരുത്തേണ്ടത്. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ചൈനീസ് പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ് നൽകിയതായുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പുറത്തുവന്നത്. തായ്വാനുമായി ബന്ധപ്പെട്ട പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച സംഭവിച്ചാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം ഉടലെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് ഷീ ജിൻപിങ്ങിന് ട്രംപിന് മുന്നറിയിപ്പ് നൽകിയതായി ചൈനീസ് സർക്കാർ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഷീ നിലപാട് കടുപ്പിച്ചത്. തായ്വാൻ കടലിടുക്കിലെ സമാധാനവും സ്ഥിരതയും ചൈന US ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണെന്നും ഷീ പറഞ്ഞതായാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തായ്വാൻ പ്രശ്നമാണ് ചൈന US ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇത് നന്നായി കൈകാര്യം ചെയ്താൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിൽ തുടരാൻ സാധ്യതയുണ്ട്. ഇത് തെറ്റായി കൈകാര്യം ചെയ്താൽ രണ്ട് രാജ്യങ്ങളും സംഘർഷത്തിലേക്ക് വരാം. ഇത് ചൈന US ബന്ധത്തെ അപകടകരമായ സാഹചര്യത്തിലേക്ക് തള്ളിവിടുമെന്നും ഷീ കൂട്ടിച്ചേർത്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. 7 പതിറ്റാണ്ടിലേറെ നീളുന്ന രാഷ്ട്രീയ തർക്കമാണ് ചൈനയ്ക്കും തായ്വാനും ഇടയിലുള്ളത്. തായ്വാൻ തങ്ങളുടെ പ്രദേശത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് അവകാശപ്പെടുമ്പോഴും ഇതുവരെ തായ്വാൻ ദ്വീപിനെ ചൈന ഭരിച്ചിട്ടില്ല. എങ്കിലും ഒരു വിമത പ്രവിശ്യയാണ് അതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ തായ്വാനെ ചൈനയുമായി ചേർക്കാനാണ് ശ്രമങ്ങൾ നടത്തുന്നത്. സമാധാനപരമായ മാർഗങ്ങളോ ആവശ്യമെങ്കിൽ ബലപ്രയോഗം തന്നെയോ നടത്തുമെന്നാണ് ചൈനയുടെ പക്ഷം. എന്നാൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും 2.5 കോടിയോളം ജനസംഖ്യയുമുള്ള തായ്വാൻ ചൈനീസ് അധീനത ഒരിക്കലും അംഗീകരിക്കുന്നില്ല. മേഖലയിലെ ചൈനീസ് അധിനിവേശത്തെയും ഇടപെടലുകളെയും തായ്വാൻ നിരന്തരം വിമർശിക്കുകയും അവകാശവാദങ്ങളെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തായ്വാന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായി അമേരിക്ക ആയുധങ്ങൾ കൈമാറുന്നത് നേരത്തെ തന്നെ ചൈനയെ പ്രകോപിപ്പിച്ചിരുന്നു. തായ്വാൻ അടക്കം ഒട്ടേറെ വിഷയങ്ങൾ ഷീ ജിൻപിങ് ട്രംപ് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. 2017 ഇതിനു മുൻപ് ഒരു US പ്രസിഡന്റ് ചൈന സന്ദർശിച്ചത്. ട്രംപ് തന്നെയാണ് ആ പ്രസിഡന്റും. വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടായിരുന്നു അന്നത്തെ സന്ദർശനം. ചൈനയെ തുറന്നു നൽകി ചൈനക്കാർക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ അവസരം നൽകണമെന്ന് അസാധാരണ വകതിരിവുള്ള നേതാവായ പ്രസിഡന്റ് ഷിയോട് ആവശ്യപ്പെടുമെന്ന് US നിന്ന് ബെയ്ജിംഗിലേക്കുള്ള യാത്രക്കിടെ ട്രംപ് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചിരുന്നു. കഴിഞ്ഞ വർഷം അധികാരത്തിലേറിയതിനു പിന്നാലെ ട്രംപ് ചൈനയ്ക്ക് കൂറ്റൻ ഇറക്കുമതി തീരുവ ചുമത്തിയിരുന്നു. ചൈന തിരിച്ചും ചുമത്തി. ഒരു ഘട്ടത്തിൽ 100%ലേറെയായിരുന്നു ഇരു രാജ്യവും അന്യോന്യം ചുമത്തിയ തീരുവ. ഒക്ടോബറിൽ ദക്ഷിണ കൊറിയയിൽ ഇരു നേതാക്കളും നടത്തിയ ചർച്ചയുടെ ഫലമായി ഈ തീരുവ പോരിന് അയവുണ്ടായി. ഒരു വർഷത്തേക്ക് തീരുവ 10-20% നിലനിർത്താനുള്ള തീരുമാനമാണ് അതിനിടയാക്കിയത്. ഈ ധാരണ നീട്ടുന്ന കാര്യമടക്കം ചർച്ചയായേക്കും. സ്വയംഭരണ ജനാധിപത്യ രാജ്യമായി പ്രവർത്തിക്കുന്ന തായ്വാനെ ചൈന സ്വന്തം ഭൂപ്രദേശത്തിന്റെ ഭാഗമെന്ന നിലയിലാണ് കാണുന്നത്. എന്നാൽ അമേരിക്ക വർഷങ്ങളായി തായ്വാനെ സൈനികമായും സാങ്കേതികമായും പിന്തുണച്ചു വരികയാണ്. ഇതോടെ ഏഷ്യൻ മേഖലയിൽ ശക്തി പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുകയാണ്. പ്രത്യേകിച്ച് അമേരിക്കയുടെ ആയുധ വിൽപ്പനയും ഇൻഡോ പസഫിക് മേഖലയിലെ സൈനിക സാന്നിധ്യവും ചൈനയെ പ്രകോപിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളായി മാറിയിരിക്കുകയാണ്. ഈ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ ചൈന മുന്നോട്ട് വയ്ക്കുന്നത് തായ്വാന്റെ സ്വാതന്ത്ര്യ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകിയാൽ അതിന്റെ പ്രത്യാഘാതം ആഗോളതലത്തിൽ അനുഭവിക്കേണ്ടി വരുമെന്ന വളരെ വ്യക്തമായ മുന്നറിയിപ്പാണ്. ശാന്തിയും തായ്വാൻ സ്വാതന്ത്ര്യവും ഒരുമിച്ച് നിലനിൽക്കില്ല എന്ന ഷിയുടെ പരാമർശം ചൈനയുടെ നിലപാട് എത്ര കടുപ്പത്തിലേക്ക് നീങ്ങിയെന്നതിന്റെ സൂചന കൂടിയാണ്. അതേസമയം അമേരിക്ക ഔദ്യോഗികമായി ഓൺ ചൈന പോളിസി തുടരുന്നുവെന്ന് വ്യക്തമാക്കുമ്പോഴും തായ്വാനെ പൂർണ്ണമായും ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ലോക സാമ്പത്തിക വ്യവസ്ഥ, സെമി കണ്ടക്ടർ ഉൽപാദനം, ആഗോള വ്യാപാര പാതകൾ, സൈനിക സഖ്യങ്ങൾ എല്ലാത്തിന്റെയും ഹൃദയഭാഗത്ത് ഇപ്പോൾ തായ്വാൻ നിൽക്കുകയാണ്. അമേരിക്കയും ചൈനയും തമ്മിലുള്ള മത്സരം ഇനി വ്യാപാര യുദ്ധത്തിൽ ഒതുങ്ങുന്നില്ല. മറിച്ച് ലോകം പുതിയ ശീതയുദ്ധത്തിന്റെ വക്കിലാണോ എന്ന ചോദ്യമാണ് ഈ മുന്നറിയിപ്പ് വീണ്ടും ഉയർത്തുന്നത്.